വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മാവോയിസ്റ്റുകൾക്കെതിരെ UAPA ചുമത്താൻ കഴിഞ്ഞ സർക്കാർ അനുമതി നൽകാതിരിക്കുകയോ പിൻവലിക്കുകയോ ചെയ്ത കേസുകളിൽ വീണ്ടും UAPA ചുമത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് മുൻ മാവോയിസ്റ്റ് തടവുകാരൻ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി വന്ന ശേഷം അത്തരം നീക്കമുണ്ട്. ഇത് പാടില്ലെന്ന് നിവേദനം നൽകിയെന്നും രൂപേഷ് മീഡിയ 1 എഡിറ്റർ പ്രമോദ് രാമന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രൂപേഷിന്റെ ആദ്യ ടെലിവിഷൻ അഭിമുഖമാണിത്. ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ടുള്ള സെക്ഷൻ 45 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വകുപ്പ് ഉണ്ടായിരുന്നു. ആ 45 പ്രകാരം UAPAയിൽ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കേസ് പ്രോസിക്യൂഷന് പോകണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. ആ മുൻകൂർ അനുമതി വാങ്ങുന്നത് ചില കർശന ഉപാധികളോടെ 7 ദിവസം എന്നുള്ള ഒരു ഉപാധികളോടെയാണ്. അത് എൻ്റെ കാര്യത്തിൽ പാലിച്ചിരുന്നില്ല. ഞാനത് ചാലഞ്ച് ചെയ്തു. കോടതി എനിക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവിട്ടു, ഹൈക്കോടതി എനിക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവിട്ടു. അതിനെതിരായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി. അപ്പം അത് സംസ്ഥാനത്ത് ഇപ്പോൾ പൊതുവിൽ ഈ UAPA എതിർക്കുന്ന ഒരു സർക്കാർ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ജനാധിപത്യവാദികളുടെ സംഗതികളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പിൻവലിക്കുകയുണ്ടായി. മറിച്ച് ഈ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തത് ഈ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട കേസുകളിൽ വീണ്ടും അപ്പീൽ കൊടുക്കാനും UAPA ഈ നേരത്തെ LDF സർക്കാർ ഈ ജനാധിപത്യവാദികളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പിൻവലിച്ച ഈ സാങ്ഷൻ കൊടുക്കാനും ആരംഭിച്ചു. അലന്താഹ കേസിലൊക്കെ മറ്റേ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയും പ്രത്യക്ഷമായിട്ട് ഈ UAPAക്ക് എതിരായിട്ട് നിലപാട് സ്വീകരിച്ചിരുന്ന ആൾക്കാരാണ്. അവരുടെ കാലത്ത് വീണ്ടും UAPA സജീവമാവുന്നു. അപ്പം അത് ഇതിൻ്റെ ഒരു മറ്റ് ജനാധിപത്യവാദികൾ ഒപ്പിട്ടൊരു നിവേദനം കൊടുക്കാനാണ് ഷൈനയും വേറൊരു സഖാവും കൂടിയിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിനെ കാണാൻ പോയിരുന്നത്.